ചാന്നാനിക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. സപ്താഹവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കൃഷ്ണവിഗ്രഹവും വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് ചാന്നാനിക്കാട് വായനശാല കവലയിൽ വൻ വരവേൽപ്പ് നൽകി. 25ാമത് പ്രതിഷ്ഠാ വാർഷികത്തിന് മുന്നോടിയായാണ് ബ്രഹ്മശ്രീ കോഴിക്കോട് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്. സപ്താഹവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കൃഷ്ണവിഗ്രഹം വഹിച്ചുള്ള ഘോഷയാത്ര ചോഴിയക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും വൈകിട്ടോടെ ആരംഭിച്ചു. ചാന്നാനിക്കാട് വായനശാല കവലയിൽ പൗര സേവാ സമിതി, വിവിധ ഹൈന്ദവ സംഘടനകൾ, സമുദായ സംഘടനകൾ എന്നിവർ ചേർന്ന് വൻ സ്വീകരണമാണ് ഘോഷയാത്രയ്ക്ക് ഒരുക്കിയത്. വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ താലവുമേന്തി ഘോഷയാത്രയിൽ അണിനിരന്നു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം യജ്ഞാചാര്യൻ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്രം ഭാരവാഹികളായ KR വിജയകുമാർ, K രാജേന്ദ്രകുമാർ, PG ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാദിന വാർഷിക ചടങ്ങുകൾ നടക്കുന്നത്. ഭാഗവതം എന്താണ്? ഭാഗവതം എന്ന ഈ ശബ്ദത്തിന്, ആ വാക്കിനെ പിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് തന്നെ അർത്ഥത്തെ വായിച്ചെടുക്കാന്ന് പറയുക. ഭ ഗ വ ത. ഭശബ്ദ കീർത്തി വചന, ഗശബ്ദ ജ്ഞാനവാചക, സർവേഷ്ട വചനോ വശ്യ തം ച വിസ്താരവാചകം. ഇതിൽ ആദ്യത്തെ അക്ഷരമായിരിക്കുന്ന ഭ എന്നുള്ളത് ഈശ്വരൻ്റെ കീർത്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ അക്ഷരമായിരിക്കുന്ന ഗായാവട്ടെ അറിവിൻ്റെ പ്രതീകമാണെന്ന്. മൂന്നാമത്തെ അക്ഷരമായിരിക്കുന്ന വ ഏവർക്കും സ്വീകാര്യമായത് എന്നാണ്. നാലാമതും അവസാനവുമായിട്ട് പറഞ്ഞ തത്വവിസ്താര എന്ന് പറയും. അപ്പോൾ ഒരുപാട് കഥകൾ ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ടെങ്കിലും ആ കഥയിലൂടെ കഥയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുള്ളതായിരിക്കുന്ന ആശയത്തെ, തത്വത്തെ വായിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.